ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തി എങ്ങനെ വറുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് മത്തി നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഈ മീന് ചില സ്ഥലങ്ങളിൽ ചാള എന്ന് പറയും, ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ മത്തി എന്നാണ് പറയുന്നത്. മത്തി നല്ല ഫ്രഷ് മത്തിയാണ്. ഈ മത്തി നമ്മൾ വറുക്കുന്ന സമയത്ത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം, അപ്പോൾ മസാല അതിലൊക്കെ പിടിക്കും. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മസാല നമുക്ക് മീനിന് പുരട്ടാൻ വേണ്ടിയിട്ടാണത്. കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലൊരു മിക്സാണ്. ഇതിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ചതച്ചതും ആഡ് ചെയ്താലും നല്ലതാണ്. ഇവിടെ ആർക്കും അതിൻ്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. ചെറിയ ഉള്ളി ചതച്ചിട്ടാലും നല്ലതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഓരോ മീനിൽ പുരട്ടി കൊടുക്കാം. ആ വരഞ്ഞു വെച്ച ഭാഗത്തെല്ലാം മസാല പിടിക്കണം. അതിലെല്ലാം നമ്മൾ മസാല പുരട്ടി കൊടുക്കുക. ഇതുപോലെ എല്ലാ മീനിലും പുരട്ടി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മത്തി എപ്പോഴും വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്താൽ നല്ല ടേസ്റ്റാണ്. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, നല്ല തണ്ടോട് കൂടിയ കറിവേപ്പില 2-3 തണ്ട് ഇട്ട് കൊടുത്താൽ, നമ്മൾ മിക്സ് ചെയ്ത് മസാലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്, പക്ഷെ വറക്കുമ്പോൾ ഒരു 2-3 കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നല്ലൊരു ഇതായിരിക്കും. മീനിന് പൊരിച്ച മീനിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഓരോ മീനായിട്ട് പെറുക്കി വയ്ക്കാം. ഇതുപോലെ മീനെപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീനെല്ലാം നമ്മളിതിലേക്ക് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു സൈഡ് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാ മീനും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് വേവട്ടെ. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിടാം. അടുത്ത മറ്റേ സൈഡ് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഓരോന്നും മറിച്ചിടുമ്പോൾ നമ്മൾ പൊട്ടാതെ വേണം ഇടാനായിട്ട്. അതുപോലെ സൂക്ഷിച്ച് പതുക്കെ വേണം തിരിച്ചിടാൻ. കുറച്ച് ആറിയിട്ട് തിരിച്ചിട്ടാലും പൊട്ടാതെ നമുക്ക് എടുക്കാം. ഞാൻ പക്ഷേ ആറാനായിട്ട് തിന്നില്ല, ഇങ്ങനെ തന്നെ തിരിച്ചിട്ട് പതുക്കെ തിരിച്ചിട്ടാൽ മതി. ഇനി നമുക്കിത് ഒന്നുകൂടെ അടുത്ത സൈഡൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ മീൻ വെന്ത് കഴിഞ്ഞു. എളുപ്പമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറുത്തത്, മത്തി വറുത്തത് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.